ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ബൈബിൾ പുസ്തകങ്ങളിൽ കൂടെയുള്ളതായ യാത്രയിൽ എന്താ സീരീസിലെ 54-ാമത്തെ പാഠമാണ് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ എടുത്തത്. അതായത് പഴയ നിയമത്തിലെ ഒടുവിലത്തെ പുസ്തകമായ മലാക്കി പുസ്തകം നമ്മൾ കഴിഞ്ഞ ലെസണിൽ കവർ ചെയ്യുകയുണ്ടായി. ഇനിയും അടുത്ത പുസ്തകം നമ്മൾ കാണുന്നത് ന്യൂ ടെസ്റ്റ്മെന്റ് എന്ന രണ്ടാമത്തെ ഭാഗത്തിലുള്ളതായ ആദ്യത്തെ പുസ്തകമായ മത്തായിയുടെ സുവിശേഷമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഈ പഴയ നിയമത്തിൻ്റെ ഒടുവിലത്തെ പുസ്തകമായ മലാക്കിക്കും പുതിയ നിയമത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ സുവിശേഷമായ മത്തായിക്കും ഇടയിലായിട്ട് ഒരു 400 സംവത്സരക്കാലം നിശബ്ദ യുഗമായിട്ട് നമ്മൾക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതായ മലാക്കി പ്രവാചകൻ പ്രവചിച്ചതിന് ശേഷമായിട്ട് തുടർന്നുള്ള 400 വർഷക്കാലം ദൈവശബ്ദം ഇല്ലാതെ ഉള്ളതായ ഒരു സമയമായിരുന്നു ആ സമയങ്ങൾ എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ബൈബിളിൽ എഴുതിയിട്ടില്ലാത്തതിനാൽ നമ്മൾ പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ എങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നു, ഇതിനിടയ്ക്ക് നടന്നതായ കാര്യങ്ങൾ എന്തൊക്കെയാണ് മുതലായ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് അവലോകനം ചെയ്യുന്നത് നമ്മളുടെ തുടർന്നുള്ളതായ ബൈബിൾ പഠനത്തിന് സഹായകരമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ 400 സംവത്സരം എന്ന് പറയുന്നത് അന്ന് പ്രവാചകന്മാരിൽ കൂടെ ദൈവം സംസാരിക്കാത്തതായ ഒരു സമയം ആയിരുന്നു എന്ന് നമ്മൾക്ക് കാണാം. അതുപോലെ തന്നെ ഇതിനെ ഇൻ്റർ ടെസ്റ്റ്മെൻ്റൽ പീരിയഡ് എന്ന് വേണമെങ്കിലും നമ്മൾക്ക് പേർ വിളിക്കുവാനായിട്ട് സാധിക്കും. 2 ടെസ്റ്റ്മെൻറ്റ്, ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൻ്റെയും ന്യൂ ടെസ്റ്റ്മെൻറ്റിൻ്റെയും ഇടയ്ക്കുള്ളതായ സമയം എന്ന് നമ്മൾക്ക് പേര് വിളിക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ സ്വാഭാവികമായി പല ചോദ്യങ്ങളും നമ്മൾ ചോദിച്ചേക്കാം. എന്തുകൊണ്ടാണ് ഈ 400 സംവത്സരങ്ങൾ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയ്ക്കായിട്ട് ദൈവം ഇങ്ങനെ മാറ്റിവെച്ചത്? ഈ 400 വർഷങ്ങൾ ഈ ഇസ്രായേൽ ജനം എവിടെയായിരുന്നു? അതുവരെ മലാക്കി പുസ്തകത്തിലൊക്കെ ഇസ്രായേൽ ജനങ്ങളുടെ കാര്യം പറയുന്നുണ്ട്. അതിന് ശേഷം ഉള്ളതായ ഈ 400 സംവത്സരങ്ങൾ ഇസ്രായേൽ ജനം എവിടെയായിരുന്നു എന്നുള്ളതായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഈ ജനങ്ങളെ, അല്ലെങ്കിൽ ഇസ്രായേൽ ജനമാണ് ദൈവത്തിൻ്റെ ജനം, ആ ജനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നതായ പുസ്തകമാണിത്, ആ ജനത്തിന് വേണ്ടിയുള്ളതായ പുസ്തകമാണിത്. ഈ ജനത്തെ ആരാണ് ഭരിച്ചിരുന്നത് എന്നുള്ളതായ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമ്മളുടെ മനസ്സിൽ ഇത് വന്നേക്കാം. അതുപോലെ തന്നെ ഈ 400 സംവത്സരക്കാലം ദൈവം അവരോട് സംസാരിക്കാതെ നിശബ്ദമായ ഒരു കാലമായിരുന്നു എങ്കിൽ ഇവർ ആരെയാണ് ആരാധിച്ചിരുന്നത്? ഈ ഇസ്രായേൽ ജനം ആരെയാണ്? ആത്മീയ അന്തരീക്ഷം അവരുടെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതായ ചോദ്യം നമ്മളുടെ മനസ്സിൽ വന്നേക്കാം. അതുപോലെ തന്നെ ഈ 400 സംവത്സരം ഏതൊക്കെ ഭരണാധികാരികളാണ് ഇവരെ ഭരിച്ചിരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഭരണാധികാരികളുടെ കീഴിൽ കൂടെയാണ് അവർ മുൻപോട്ട് അവരുടെ ജീവിതങ്ങൾ നയിച്ചത്? പിന്നീട് ഉള്ളതായ ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ഈ യേശു അല്ലെങ്കിൽ ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുവാൻ ഇങ്ങനെ ഒരു സമയം ദൈവം നിശ്ചയിച്ചത്? ഈ 400 സംവത്സരക്കാലം ഇതിനു വേണ്ടി ദൈവം എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുകയായിരുന്നോ മുതലായ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചോദിക്കുകയും അതിനോട് അനുബന്ധിച്ച് ഉള്ളതായ ഉത്തരങ്ങൾ നമ്മൾ ഇന്നത്തെ ലെസണിൽ മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ലെസണിൻ്റെ പ്രധാനമായ ലക്ഷ്യം. അപ്പോൾ വേദപുസ്തകത്തിൽ നിന്നുള്ള വാക്യങ്ങൾ മറ്റ് ലെസണിൽ നിന്ന് നമ്മൾ സാധാരണ വായിക്കാറുള്ളത് പോലെ ഇന്ന് അത് ചെയ്യാതെ ചരിത്രത്തിൽ കൂടെ ഒരു ഭാഗം നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളത് ഓർത്തുകൊണ്ട് നമ്മൾക്ക് തുടർന്ന് ഉള്ളതായ ലെസണിലേക്ക് പ്രവേശിക്കാം. പ്രൈസ് ഗോഡ്. ഈ ലെസൺ കൊണ്ട് എന്താണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്? ദൈവത്തിൻ്റെ സ്വന്തമായിരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ 400 സംവത്സരം
ഒരു നിശബ്ദ യുഗമായിട്ട് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചപ്പോൾ, ദൈവമേ, നീ ഞങ്ങളെ മറന്നുപോയോ? ദൈവത്തിൻ്റെ പ്ലാനൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇനിയും കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളതായ ക്വസ്റ്റ്യൻസൊക്കെ അവരുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് വന്നേക്കാം. അതുപോലെ തന്നെയാണ് ഇന്ന് ക്രിസ്ത്യാനികളായി കർത്താവിനെ ഫോളോ ചെയ്യുന്ന നമ്മളുടെ ജീവിതത്തിലും ഈ നിശബ്ദ യുഗം പോലെ നമ്മളുടെ ജീവിതത്തിലും ഓരോ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ചില സമയങ്ങളിലേക്ക് മറുപടി കിട്ടാത്ത അവസരങ്ങൾ ഉണ്ടായിരുന്നേക്കാം. നമ്മൾ ചോദിച്ചേക്കാം, കർത്താവേ, നീ എന്തുകൊണ്ടാണ് നിശബ്ദമായിരിക്കുന്നത്? എന്നോട് ഇടപെടാത്തത് എന്താണ്? എന്നിൽ കൂടെ പ്രവർത്തിക്കാത്തത് എന്താണ്? എനിക്ക് വേണ്ടി വഴികളെ തുറക്കാത്തത് എന്താണ്? എൻ്റെ മനസ്സിൽ ഒന്നും ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ. പണ്ട് നമ്മൾ ഇയ്യോബിൻ്റെ പുസ്തകം പഠിച്ചപ്പോൾ ഇയ്യോബും ഇങ്ങനെ ചോദിച്ചതായ ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. കുറേ കാലത്തേക്ക് ദൈവം എന്നിൽ നിന്ന് അകന്നു നിൽക്കുകയാണോ എന്നുള്ളതായ ചോദ്യം. എന്നാൽ ഇവിടെ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, ഈ 400 സംവത്സരക്കാലം ദൈവം നിശബ്ദമായിട്ട് ഇരുന്നു എങ്കിൽ തന്നെയും അവൻ ചില വഴികളെ പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. ലോക ജനതയ്ക്ക് വേണ്ടി രാജ്യങ്ങളെ പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. ഇസ്രായേൽ ജനത്തെ പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. യേശുവിൻ്റെ വരവിന് വേണ്ടിയുള്ളതായ കാര്യങ്ങളെയൊക്കെ പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. അങ്ങനെയെങ്കിൽ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ചില പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ വരുമ്പോൾ, കർത്താവേ, നീ നിശബ്ദമായിരിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് മനസ്സുമെടുത്തു പോകാതെ കർത്താവിനേക്ക് വേണ്ടി ഒരത്ഭുതം പ്രവർത്തിക്കും എന്നുള്ളതായ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ നമ്മൾക്ക് തുടർന്നുള്ളതായ ഈ ലെസൺ പഠിക്കാം. നമ്മളുടെ ജീവിതത്തിലും ഈ കാര്യം അനുഭവത്തിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഈ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെയൊരു വാക്യമുണ്ട്: കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിൽ കീഴ് ജനിച്ചവനായി നിയോഗിച്ച് അയച്ചു. അപ്പോൾ കാലസമ്പൂർണത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു കാലമാണ്. അവൻ്റെ ആ കലണ്ടറിലുള്ളതായ ഒരു സമയമാണ്. ആ കലണ്ടറിൽ ആ കാലസമ്പൂർണത വരുമ്പോഴാണ് ദൈവത്തിൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുവാനായിട്ട് ഉള്ളതായ സമയമാകുന്നത്. ആ കൃത്യസമയത്ത് ദൈവം എല്ലാം ഭംഗിയായി ചെയ്യുന്ന ദൈവമാണ് എന്നാണ് ഈ പാഠം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവത്തിൻ്റെ കണക്കിൽ ഒരു കാലമുണ്ട്. ആ കാലത്തിൻ്റെ ആ സമ്പൂർണതയിൽ, അതിൻ്റെ കറക്റ്റ് ടൈമിൽ ദൈവം തക്ക സമയത്ത് നമ്മളെ ഉയർത്തും. നമ്മൾക്ക് വേണ്ടി എല്ലാം നന്നായി ചെയ്യും. ഈ ലോകത്തിനു വേണ്ടി തന്നെ തൻ്റെ പുത്രനെ അയച്ചതും ഈ കാലസമ്പൂർണത വരുവാൻ വേണ്ടി, അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് അതിൻ്റെ റൈറ്റ് ടൈമിലാണ് എന്നുള്ളതായ കാര്യമാണ് ഇന്നത്തെ നമ്മളുടെ ലെസണിൽ നമ്മൾ പഠിക്കുന്നത്. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. രണ്ടാമത്, ന്യായപ്രമാണത്തിന് കീഴ് ആണ് അവൻ ജനിച്ചത് എന്ന് പറഞ്ഞാൽ മലാക്കി പുസ്തകം വരെ പറഞ്ഞിട്ടുള്ളതായ കാര്യങ്ങൾ ആ പഴയ നിയമത്തിലെ ആ നിയമങ്ങൾക്ക് ഉള്ളിലാണ് യേശു ജനിച്ചത്. എന്നാൽ ഒരു പുതിയ നിയമം പ്രഖ്യാപിക്കുവാൻ വേണ്ടി അവൻ പഴയ നിയമത്തിൽ ജനിച്ച്, അതിൽ മരിച്ച്, അതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് ഒരു പുതിയ നിയമം നമ്മൾക്ക് വേണ്ടി നൽകി തന്നു. അതിൽ വലിയ വ്യത്യാസമുണ്ട്. അതിവിടെ ദൈവം ഒരു വലിയ അത്ഭുതമാണ് ലോക ജനതയ്ക്ക് നൽകിയത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. ഈ 400 വർഷങ്ങൾക്ക് ശേഷം ഒരു ബ്രേക്ക് ത്രൂ ആയിട്ട് ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ ദൈവപുത്രൻ ചരിത്രത്തെ AD എന്നും BC എന്നും തിരിച്ചുകൊണ്ട് അന്ന് ഭൂജാതനായ ചരിത്രം നമ്മൾക്കെല്ലാം അറിയാം. അതാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പുതിയ നിയമത്തിൽ ആദ്യമായിട്ടൊരു ഗുഡ് ന്യൂസായിട്ട് ദൈവം ആട്ടിടയന്മാർക്കും വിദ്വാൻമാർക്കും ലോകത്തിലെ സകല ജനങ്ങൾക്കും ദൈവം നൽകി കൊടുത്തതായ അത്ഭുതമായ ഒരു മെസ്സേജ്. പ്രൈസ് ഗോഡ്. ആ വലിയ ഒരു 400 വർഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ലോകത്തിലൊരു വലിയ ഗിഫ്റ്റായിട്ടാണ് ഈ നമ്മുടെ കർത്താവായ യേശുവിനെ ബേത്ലഹേമിൽ ഒരു
കുഞ്ഞിൻ്റെ കരച്ചിലോട് കൂടെ ആ ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ ജാതനായ ചരിത്രം വിളംബരം ചെയ്യുന്നത്. എത്ര മനോഹരമായ ആ കാര്യം! ഈ ലോക ചരിത്രത്തെ തന്നെ AD എന്നും BC എന്നും രണ്ടായിട്ട് തിരിച്ചുകൊണ്ടാണ് ആ ഭാഗം നടന്നത് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ 400 വർഷങ്ങളിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതായ കാര്യം ദൈവം നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതായ ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ, നമ്മൾ ദാനിയേൽ പുസ്തകം പഠിച്ചപ്പോൾ നെബൂഖദ്നേസർ രാജാവ് ഒരു ബിംബത്തെ കണ്ടു. അവൻ്റെ സ്വപ്നത്തിൽ അവൻ ഉണർന്നപ്പോൾ ആ സ്വപ്നം എന്തായിരുന്നു അവൻ മറന്നുപോയി. വിദ്വാൻമാരെയെല്ലാം വിളിക്കുന്നു, അവർക്കൊന്നും അത് പറയുവാനായിട്ട് സാധിക്കുന്നില്ല. ഒടുവിൽ ദാനിയേൽ ഇതാ ദൈവിക ദർശനം പ്രാപിച്ചുകൊണ്ട് അഭിഷേകത്തിൻ്റെ ശക്തിയോടുകൂടെ രാജാവിൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്നു. ഈ അടുത്ത വർഷങ്ങളിൽ നടക്കുന്നതായ കാര്യങ്ങളുടെ വിവരങ്ങളാണ് ഈ തിരുമേനി കണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് രാജാവിനെ ആ സ്വപ്നത്തിൻ്റെ അർത്ഥം ഒക്കെ ഉണർത്തിക്കുന്നു. അപ്പോൾ ബാബേൽ രാജാവ് ഏറ്റവും ഉയർന്നവനായിട്ട് ബിംബത്തിൻ്റെ തലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്നാൽ അതിൻ്റെ താഴെയായിട്ട് മറ്റൊരു രാജാവ് കടന്നു വരുന്നു. അവിടെ ഒരു രാജ്യത്വം സ്ഥാപിക്കുന്നു. കോരേശിൻ്റെ രാജ്യമാണ് അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ പേർഷ്യൻ രാജ്യങ്ങളാണ്. ബാബിലോണിന് ശേഷമായിട്ട് പേർഷ്യൻ രാജ്യം കോരേശിൻ്റെ പ്രധാനമായ നേതൃത്വത്തിൽ അവിടേക്ക് കടന്നു വരുന്നതായിട്ട് നമ്മൾക്ക് അവിടെ ദാനിയേലിൻ്റെ പ്രവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അതിനുശേഷമായിട്ട് വീണ്ടും പറയുകയാണ്, ആ രാജ്യത്വവും തകർന്നു പോകും. അതിനുശേഷമായിട്ട് ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ഓടിച്ച് നിങ്ങൾ പോവുകയാണ്. ചരിത്രം ഡീറ്റെയിലായിട്ട് നിങ്ങൾ ഹിസ്റ്ററി പഠിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പേർഷ്യൻ രാജ്യങ്ങളെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് ഇതാ ഗ്രീസിൽ നിന്നും ഒരു രാജാവ് എഴുന്നേൽക്കുന്നു. ഗ്രീസിലെ രാജാവായിരുന്നതായ ഫിലിപ്പ് രാജാവ് പെട്ടെന്ന് കൊല്ലപ്പെടുകയും മരിക്കുകയും ചെയ്തപ്പോൾ അവൻ്റെ മകനായ അലക്സാണ്ടർ, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഇതാ തൻ്റെ സൈന്യങ്ങളെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും പിടിച്ചടക്കണം എന്നുള്ളതായ ആ ലക്ഷ്യത്തോടു കൂടെ അന്ന് അറിയപ്പെട്ടിരുന്ന എല്ലാ രാജ്യങ്ങളെയും കീഴടക്കിയതായ കാര്യം ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആ കാര്യം ദാനിയേലിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോരോ രാജ്യത്വങ്ങൾ മാറി മാറി വരുന്നത് അന്ന് പ്രവചിച്ചത് ഈ കാലങ്ങളിൽ നടന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ അലക്സാണ്ടർ രാജ്യങ്ങളെയെല്ലാം കീഴടക്കി അന്നും ഇസ്രായേൽ ജനങ്ങൾ ഇവരുടെയൊക്കെ കീഴിൽ കൂടെ മുന്നോട്ടുള്ളതായ ജീവിതം നയിക്കേണ്ടി വന്നു എന്നാണ് നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതിനും ശേഷമായിട്ടാണ് റോമൻസ് ഈ രാജ്യത്വം സ്ഥാപിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യത്വമായിട്ട് കിങ്ഡമായിട്ട് റോമൻസ് ഭരിച്ചിരുന്നു. ആ റോമൻസ് ഭരിച്ചിരുന്നതായ സമയത്താണ് ഇതാ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നു. ദൈവരാജ്യത്തിൻ്റെ കല്ല് അവിടെ ഇടുന്നു. ആ കല്ലിൽ നിന്നും അനേക കല്ലുകൾ ചേർത്ത് ദൈവരാജ്യത്തിൻ്റെ പണി തുടങ്ങുന്നു. അപ്പോൾ ഈ രാജ്യത്വങ്ങളുടെ കാര്യങ്ങളൊക്കെ ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ പഠിച്ചു. ഈ കാര്യങ്ങളൊക്കെ ഒരു പ്രോഗ്രസീവായിട്ട് മനുഷ്യർക്ക് മനസ്സിലായി വരുന്നത് ഈ കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ്. ഈ രാജ്യത്വങ്ങളൊക്കെ ആണല്ലോ ദൈവം അന്ന് നെബൂഖദ്നേസറിന് ദാനിയേൽ മുഖാന്തരം മനസ്സിലാക്കി കൊടുത്തതെന്ന് പറയുമ്പോൾ ഒരു പ്രോഗ്രസീവ് റെവലേഷൻ. അന്ന് ജനങ്ങൾക്ക് ശരിയായിട്ട് മനസ്സിലായില്ല, എന്നാൽ ആ ഒരു പ്രോഗ്രസീവ് ലെവലിൽ കൂടുതൽ 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 ഓരോന്നോരോന്ന് ദൈവവചനം നിവർത്തിക്കപ്പെടുന്നത് മനസ്സിലാക്കി അപ്പോൾ നമുക്കും ഈ കാര്യങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ളതായ രാജ്യത്വങ്ങൾ മാറിയപ്പോൾ അല്ലെങ്കിൽ ചക്രവർത്തിമാർ ഭരണം ഏറ്റെടുത്തപ്പോൾ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിലാണ് ദൈവത്തിൻ്റെ ഫോക്കസ് എല്ലാം ഉണ്ടായിരുന്നത്. ജാതീയ രാജ്യങ്ങൾ ഓരോ രീതിയിൽ അവർക്ക് തോന്നിയതുപോലെ ചെയ്യും. എന്നാൽ ദൈവത്തെ കൂട്ടാക്കാത്തായ അവർക്ക് അവരുടെ രീതിയിൽ പോകുമ്പോൾ ദൈവജനത്തിനു വേണ്ടി ഇസ്രായേൽ മക്കളുടെ മുന്നോട്ടുള്ള പോക്കിന് വേണ്ടി ദൈവം ഓരോന്നോരോന്നായി കരുതിയിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
ചരിത്രം നമ്മൾ നോക്കുമ്പോൾ പഴയ നിയമത്തിലെ ഈ പ്രവാചന പുസ്തകത്തിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ബാബേലിലേക്ക് അല്ലെങ്കിൽ ബാബിലോണിലേക്ക് അടിമകളായി പോയതായ ഒരു ഭാഗം ആൾക്കാർ 70 വർഷം കഴിഞ്ഞപ്പോൾ കോരേശിൻ്റെ വിളംബര പ്രകാരം യെരുശലേമിലേക്ക് തിരികെ കടന്നു വരുന്നു, ആലയം പണിയുന്നു, മതിൽ പണിയുന്നു, അവിടെ ദൈവത്തിൻ്റെ ജനമായിട്ട് ജീവിതം തുടങ്ങുന്നു. അവിടെയാണ് ദൈവം ഇസ്രായേൽ മക്കളെ ഫോക്കസ് ചെയ്യുന്നത്. അവരുടെ ചരിത്രമാണ് തുടർന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ ബാബിലോണിലേക്ക് പോയതായ നല്ല ഒരു കൂട്ടം ആൾക്കാർ അവിടെ നിന്നും പേർഷ്യൻ രാജ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പാർത്തുകൊണ്ട് അങ്ങനെ അവരുടെ ജീവിതം ആ ജാതികളുടെ ഇടയിലും തുടർന്നുകൊണ്ടിരുന്നു നല്ല ഒരു ഭാഗം ആൾക്കാർ എന്നുള്ളതും നമ്മൾ ആ സത്യം മറന്നു പോകരുത്. പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. ഈ സമയങ്ങളിൽ ആണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മതിൽ കെട്ടുവാനായിട്ട് തുടങ്ങിയപ്പോഴും അതുപോലെ തന്നെ യെരുശലേം ദേവാലയം പണിതപ്പോഴൊക്കെയും അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ശമര്യയിലുള്ളവർ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ നോർത്ത് ഭാഗത്തുള്ളതായ ഒരു ഭാഗമാണ് ശമര്യയിലുള്ളവർ. അവർ അന്യജാതിക്കാരുമായിട്ട് മിശ്ര വിവാഹം ചെയ്ത് ദൈവത്തിൽ നിന്നുള്ളതായ ഭക്തിയും ദൈവത്തോടുള്ള ആരാധനയുമൊക്കെ മറന്നവരായിട്ട് അന്യജാതിക്കാരായിട്ട് സമ്മിശ്ര വിവാഹമൊക്കെ ചെയ്തതിനാൽ ഈ ദൈവജനങ്ങളുടെ ആലയം പണിക്കും മതിൽ പണിക്കും ഒക്കെ എതിരായിട്ട് നിന്നും അതൊക്കെ തകർത്ത് കളയുവാനായിട്ട് അവർ വലിയ പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അന്ന് മുതൽ ഒക്കെയുള്ളതായ ഈ പ്രശ്നങ്ങളാണ് നമ്മൾക്ക് യേശുവിൻ്റെ സമയത്ത് നമ്മൾക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ശമരിയ സ്ത്രീയോട് ദൈവം സംസാരിക്കുന്നത്, അവിടെ ചെന്ന് ശമരിയക്കാരുമായിട്ട് ഇസ്രായേലിന് അല്ലെങ്കിൽ യഹൂദന്മാർക്ക് യാതൊരു ബന്ധവുമില്ലല്ലോ എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ശമരിയ സ്ത്രീ തന്നെ പറയുന്നുണ്ട്, ഈ യഹൂദന്മാർക്ക് ഇസ്രായേലുമായിട്ട് യാതൊരു സമ്പർക്കവും ഇല്ലല്ലോ, നീ പിന്നെ എങ്ങനെയാണ് ഒരു യഹൂദനായിരിക്കും ഇവിടെ വന്ന് എന്നോട് വെള്ളം ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ അവിടെ നിന്നും ആ പഴയ ആ കാലത്ത് തന്നെ ഉത്ഭവിച്ചതായ വിവാദമാണ്, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ ജീവിത രീതിയുടെ വ്യത്യാസങ്ങളാണ് ഇങ്ങനെ തുടർന്നു പോകുന്നത് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ പേർഷ്യൻ രാജ്യങ്ങളിലൊക്കെ ചിതറിപ്പാർക്കുന്നതായ ജനം, നാം മുമ്പേ പറഞ്ഞതുപോലെ ഫിലിപ്പ് ചക്രവർത്തിയുടെ മരണത്തിന് ശേഷമായിട്ട് അലക്സാണ്ടർ ചക്രവർത്തി സ്ഥാനം ഏറ്റെടുക്കുന്നു. അവിടെ നിന്നും ഈ രാജാക്കന്മാരെയെല്ലാം കീഴടക്കിയിട്ട് അലക്സാണ്ടർ ഈ രാജ്യം തൻ്റെ മഹാനായ ചക്രവർത്തി എന്ന നിലയിൽ ലോകത്തെയെല്ലാം പിടിച്ചടക്കുന്നു, അറിയപ്പെട്ടിരുന്ന രാജ്യങ്ങളെയൊക്കെ പിടിച്ചടക്കുന്നു എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതും ദൈവത്തിൻ്റെ പ്ലാനിലുള്ളതായ ഒരു കാര്യമായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. കാരണം അതും ദാനിയേലിൻ്റെ ആ പ്രവചനത്തിൽ ഉൾപ്പെട്ടിരുന്നു എന്നുള്ളത് നമ്മൾക്ക് വിശദമായിട്ട് നോക്കിയാൽ പഠിക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. ഈ സമയത്താണ് എന്ന് പറഞ്ഞാൽ ഈ അലക്സാണ്ടർ, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഈ ഭരണകാലത്ത് ആണ് ഈ അലക്സാണ്ട്രിയ പട്ടണം അവിടെ ഈജിപ്തിലെ പണിയുകയുണ്ടായി. അവിടെ ഒരു പ്രധാനമായ ഒരു സെൻ്ററായിരുന്നു. അനേക യഹൂദന്മാരൊക്കെ അവിടേക്ക് താമസം മാറ്റി. യഹൂദന്മാർക്കൊക്കെ അലക്സാണ്ടറിൻ്റെ നേതൃത്വത്തിൽ പലവിധമായ പദവികളും ആനുകൂല്യങ്ങളും ഒക്കെ നൽകി. കാരണം യഹൂദന്മാർ വളരെ മിടുക്കന്മാരാണല്ലോ, അവർ നല്ല ശാസ്ത്രീയമായി ബുദ്ധിയുള്ളവരാണല്ലോ. അവരെയൊക്കെ പാർപ്പിച്ചാൽ രാജ്യത്തിന് പ്രയോജനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു നല്ല ലീഡർ എന്ന നിലയിൽ ബുദ്ധിമാന്മാരായവരെയൊക്കെ തൻ്റെ രാജ്യത്ത് കൂട്ടിക്കൊണ്ടുവന്ന് പല ആനുകൂല്യങ്ങളും നൽകി. അങ്ങനെയുള്ളതായ ഒരു സമയവും അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഗ്രീക്ക് ഭാഷയ്ക്ക് ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും പിടിച്ചടക്കി കഴിഞ്ഞപ്പോൾ ഒരു രാജകീയ ഭാഷയായിട്ട് അത് പ്രഖ്യാപിക്കുകയും, ഗ്രീക്ക് നിങ്ങളെല്ലാവരും പഠിക്കണം, നിങ്ങൾ ഗ്രീക്ക് പഠിച്ചാൽ അതിൻ്റെതായ ആനുകൂല്യങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കുകയും, അപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉള്ളതായ ആൾക്കാർക്കൊക്കെ ഗ്രീക്ക് പഠിക്കുന്നതിനുള്ളതായ സാഹചര്യം ലഭിക്കുന്നു. എന്നിട്ട് ആ സമയത്താണ്, ഈ അലക്സാണ്ടറിൻ്റെ സമയത്താണ് ഈ സെപ്റ്റ്വജൻ്റ് എന്ന് പറയുന്നതായ ഒരു ട്രാൻസ്ലേഷൻ പഴയ നിയമത്തിലെ
ആ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു നാഴിക കല്ലായിട്ടാണ് അത് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഏറ്റവും നല്ല ഒരു ട്രാൻസ്ലേഷൻ, ബൈബിളിൻ്റെ ട്രാൻസ്ലേഷൻ, സെപ്റ്റുവജിൻ്റ് ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ BC 255 70 സെപ്റ്റ് എന്ന് പറയുമ്പോൾ 70 സ്കോളേഴ്സ് കൂടി ചേർന്നാണ് ഈ ട്രാൻസ്ലേഷൻ നടത്തിയത്. അത് ഗ്രീക്ക് ഭാഷയിലാണ്, ഗ്രീക്ക് കൾച്ചറിലാണ്. അപ്പോൾ ഇങ്ങനെ ഈ സംസ്കാരങ്ങളിലൂടെ യഹൂദന്മാരും കടന്നു പോകുമ്പോൾ അവരുടെ ജീവിതത്തിലും വളരെയധികം കാര്യങ്ങൾ ഈ സംസ്കാരത്തോടും ഒക്കെ ചേർന്ന്, ഭരണത്തോടൊക്കെ ചേർന്ന് നടന്നിട്ടുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. പിന്നീട് മറ്റൊരു കാര്യം നടന്നതെന്ന് പറഞ്ഞാൽ, ഈ ഗ്രീക്ക് ഭരണകാലത്താണ് ഈ യെരുശലേം ദേവാലയം എന്ന് പറയുന്നതായ ഒരു ദേവാലയമേ നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ മറ്റ് പള്ളികളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഇങ്ങനെ യഹൂദന്മാർ ചിതറി പല സ്ഥലങ്ങളിലായിട്ട് പാർക്കുമ്പോൾ അവർക്ക് ദൈവത്തെ ആരാധിക്കണം എന്നുള്ളതായ ആഗ്രഹമുണ്ടായി. അങ്ങനെയാണ് ചെറിയ ചെറിയ പള്ളികൾ അവിടങ്ങളിലായിട്ട് ഉണ്ടാക്കുവാനായിട്ട് തുടങ്ങി. അത് ഈ സമയങ്ങളിലാണ് നമ്മൾ കാണുന്നത്. പഴയ നിയമത്തിൽ അത് കാണുന്നില്ല. ഒരു ദേവാലയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ പള്ളികൾക്കാണ് സിനഗോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ഈ പള്ളികളിൽ ഒക്കെ സുവിശേഷം അറിയിക്കുന്നതിനുള്ളതായ അതിനുള്ളതായ മാർഗങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ പ്ലാനിൽ ക്രമീകരിക്കപ്പെടുകയായിരുന്നു. യഹൂദന്മാർ ഉള്ളിടത്ത് ഒക്കെയും ഈ സിനഗോഗ് ഉണ്ടായിരുന്നു. ആ സിനഗോഗിലേക്ക് കടന്നു ചെന്ന് സുവിശേഷം അറിയിക്കുവാനുള്ളതായ ഒരു വാതിലും മാർഗവുമായിരുന്നു ഈ കാലങ്ങളിൽ തുറന്നു കിട്ടിയത് എന്ന് നമ്മൾ ഓർക്കണം. സിനഗോഗ് പണിതു. അതാണ് യേശു ഇവിടെ ആയിരുന്നപ്പോൾ പള്ളിയിൽ ചെന്നു. അവൻ ചെന്ന് വചനമൊക്കെ പ്രസംഗിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോസ്തലനായ പൗലോസും പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തപ്പോൾ, ഗ്രീസിലുമൊക്കെ യാത്ര ചെയ്തപ്പോൾ അവിടെയുള്ളതായ യഹൂദന്മാരുടെ സിനഗോഗുകൾ അല്ലെങ്കിൽ പള്ളികളിലാണ് ആദ്യമായിട്ട് പോയി സുവിശേഷം അറിയിച്ചത്. വചനത്തിൻ്റെ സുവിശേഷം അല്പമെങ്കിലും ഹൃദയത്തിലുള്ളവരോട് സുവിശേഷം പറഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ മർമ്മം പറഞ്ഞാൽ അത് കുറച്ചുകൂടെ ഇല്യൂമിനേറ്റ് ചെയ്യും, കുറച്ചുകൂടെ പ്രകാശിതമാകും. അവരോട് ദൈവത്തിൻ്റെ വചനം പറയുവാൻ കൂടുതൽ എളുപ്പമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട്, പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനെയുള്ളതായ പ്രധാനമായ സ്ഥാനങ്ങളിൽ ഈ പൗലോസൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സുവിശേഷവുമായിട്ട് പോയത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജീവിതം എന്ന് പറയുന്ന 33-ാമത്തെ വയസ്സിൽ ചരിത്രം നമ്മൾ നോക്കിയാൽ അവൻ പെട്ടെന്നൊരു രോഗം പിടിച്ച് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ തുടർച്ച അവകാശികൾ ഇല്ലാഞ്ഞതിനാൽ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് 4 ഭാഗങ്ങളായിട്ട്, 4 ജനറൽസിൻ്റെ കീഴിലായിട്ട് ഈ ഭരണം വിഭാഗിക്കപ്പെടുകയുണ്ടായി എന്നാണ് നമുക്ക് കാണുന്നത് ഗ്രീസിൽ. അതുപോലെ തന്നെ ടോളമി എന്ന് പറയുന്നതായ ഭരണാധികാരികളുടെ കീഴിലാണ് യെരുശലേമും സിറിയയും ഒക്കെ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സെലൂക്കസ് എന്നുള്ളതായ ഒരു ഭരണാധികാരി യെരുശലേം ദേവാലയം ഒക്കെ അശുദ്ധമാക്കി എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ആ ഗ്രീക്കുകാരുടെ ആ ഭരണകാലത്ത്, ഈ അലക്സാണ്ടറിൻ്റെ ഭരണകാലത്തിന് ശേഷമുള്ളതായ ഭരണാധികാരികളുടെ കാലത്ത് ദേവാലയമൊക്കെ അശുദ്ധമാക്കി, പന്നികളുടെ ചോരയൊക്കെ അവിടെ കൊണ്ട് ഒഴിച്ച് അശുദ്ധമാക്കി ഉള്ളതായ സംഭവങ്ങളൊക്കെ ചരിത്രത്തിൽ നമ്മൾക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. പന്നികളുടെ ചോരയൊക്കെ അവിടെ ഒഴിച്ച് അത് അവിടെ അശുദ്ധമാക്കുക, യെരുശലേം ദേവാലയമൊക്കെ അശുദ്ധമാക്കുവാനായിട്ട് അവർ ശ്രമിച്ചു. എന്നാൽ അതോടൊപ്പം വളരെ മതഭക്തരായിരുന്ന യഹൂദന്മാരുടെ ഹൃദയം ചൂടായി, അവരുടെ രക്തം തിളച്ചു. അവർക്ക് ഇവരോട് യുദ്ധം ചെയ്യുവാനായിട്ടുള്ള പ്രാപ്തിയില്ലെങ്കിൽ തന്നെയും അവരുടെ കഴിവനുസരിച്ച് അവരിവരോട് എതിർത്ത് നിൽപ്പാനായിട്ട് സാധിച്ചു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ പോരാടി എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അവർ ഗൊറില്ല യുദ്ധമാണ് ചെയ്തത്, അല്ലെങ്കിൽ ഒളിപ്പോര് യുദ്ധമാണ് അവർ ചെയ്തിരുന്നത്. കാരണം നേരെ യുദ്ധം ചെയ്യുവാൻ അവർക്ക് പ്രാപ്തിയുള്ളവരായിരുന്നില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. അവിടെ
മത്യാസ് എന്ന് പറയുന്നതായ ഒരാൾ, അല്ലെങ്കിൽ മക്കാബിയൻസ് എന്ന് പറയുന്നതായ ഒരു ഫാമിലിയുടെ നേതൃത്വത്തിലാണ് തൻ്റെ 5 മക്കളും കൂടെ ചേർന്ന് ഒരു ഒളിപ്പോർ യുദ്ധം പ്രഖ്യാപിച്ചു. അവർ കാടുകളിലും മലകളിലും ഗുഹകളിലും ഒക്കെ ഒളിച്ചിരുന്നു കൊണ്ട് ഇവരെ നിഷ്കാഷനം ചെയ്യുവാൻ വേണ്ടി, സ്വാതന്ത്ര്യം ലഭിക്കുവാൻ വേണ്ടി വളരെ യുദ്ധം ചെയ്തു. എന്നാൽ അവർക്ക് സ്വന്തമായ കഴിവുകൊണ്ട് അവർക്ക് അത് നേടുവാനായിട്ട് സാധിച്ചില്ല. ചരിത്രം നോക്കിയാൽ നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നത് ഇതിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, ഇവിടെ ദൈവ ആരാധനയുടെ കാര്യം നേരെയാക്കണമെങ്കിൽ മറ്റൊരു ഭരണാധികാരി ഇവിടെ വന്നെങ്കിലേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് റോമൻസ് വളരെ അകലെയാണ്, അവിടേക്ക് ഇവരുടെ ആൾക്കാരെയൊക്കെ വിട്ട് ഈ വിവരമറിയിച്ചു, ഞങ്ങളെ വന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒടുവിൽ അങ്ങനെ റോമൻസ് അകലെ നിന്നും ഇവിടേക്ക് കടന്നു വന്നു. ഗ്രീസിൻ്റെ സ്ഥാനങ്ങളെല്ലാം പിടിച്ചെടുത്ത് ഇവരെ ഒക്കെ കീഴടക്കിയിട്ട് റോമൻ ഭരണാധികാരികൾ രാജ്യം പിടിച്ചടക്കുന്നതായ കാര്യമാണ് അടുത്തതായിട്ട് നമ്മൾക്ക് കാണുന്നത്. അതായത് BC 63 യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപ് 63 വർഷം ത്തിന് മുമ്പാണ് ഈ റോമൻ ഭരണം അവിടെ ഏറ്റെടുത്തത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചരിത്രം നമ്മൾ നോക്കുമ്പോൾ പോംപെയ് എന്ന് പറയുന്നതായ ഒരു ഭരണാധികാരിയാണ് യെരുശലേമിലെ ഭരണം ഏറ്റെടുത്തത് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ സമയം മുതൽ ഭരണങ്ങൾക്ക് കുറേയൊക്കെ മാറ്റം വരുത്തുക ഉണ്ടായി. യെരുശലേമിലെ അല്ലെങ്കിൽ യഹൂദിയയിലെ ഭരണങ്ങൾക്കൊക്കെ വളരെ വ്യത്യാസം ഉണ്ടായതായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. റോമൻ ചക്രവർത്തിമാരുടെ ഭരണം അവർ അതിൻ്റെ മേൽക്കോയ്മ നടത്തുന്നു എങ്കിൽ തന്നെയും ഇസ്രായേൽ മക്കൾക്ക് ചില പദവികളും ഒക്കെ കൊടുത്ത് അവരെയും മാനിച്ച് ഒക്കെ ഭരണം മുൻപോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിന് ശേഷമായിട്ടാണ് ജൂലിയസ് സീസർ റോമിൻ്റെ സീസറായിട്ട് വരുന്നു. അദ്ദേഹം ദാരുണമായിട്ട് കൊല്ലപ്പെടുന്നതായ ചരിത്രം ഹിസ്റ്ററിയിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് വരുന്നത് ഒക്ടേവിയൻ എന്ന് പറയുന്നതായ ഒരു കൈസറാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് അഗസ്റ്റസ് എന്ന് ഒടുവിൽ താൻ തന്നെ പേര് മാറ്റിയതായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഉള്ളതായ ഈ അഗസ്റ്റസിൻ്റെ കാലത്താണ് യേശു ജനിക്കുന്നത് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. അപ്പോൾ രാഷ്ട്രീയമായിട്ട് വളരെയധികം മാറ്റങ്ങൾ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലും ലോകത്തിൽ ആകമാനം ഉണ്ടായി എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടുള്ളത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല 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 ഭാഷകളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇങ്ങനെയുള്ളതായ രാജ്യത്വങ്ങൾ വന്നതോടുകൂടെ, ഇതെല്ലാം കൂടിക്കലർന്നതോടുകൂടെ, രാജ്യങ്ങളെല്ലാം ഏകീഭവിക്കുവാനായിട്ട് ശ്രമിച്ചതോടുകൂടെ, വിശാലപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചതോടുകൂടെ ഗ്രീക്ക് ഭാഷ ലോകത്തിൻ്റെ മിക്കവാറും ആ ഭാഗങ്ങളിലുള്ളതായ മിഡിൽ ഈസ്റ്റ് ഏരിയകളിലുള്ളതായ എല്ലാ രാജ്യങ്ങളിലും പോപ്പുലറായിട്ടുള്ള ഭാഷയായി തീർന്നു ഗ്രീക്ക് ഭാഷ. അതുകൊണ്ട് പലർക്കും ബൈബിൾ വായിക്കുന്നതിനും ഈ സെപ്റ്റുവജിൻ്റ് ബൈബിൾ വായിക്കുന്നതിനും ഗ്രീക്കിൽ കൈകാര്യം ഭാഷ ചെയ്യുവാനൊക്കെയുമുള്ളതായ സ്വാതന്ത്ര്യം ലഭിച്ചു. അത് ദൈവത്തിൻ്റെ ഒരു ജനങ്ങളെ ഭാഷയിൽ കൂടെ ഒരുക്കുവാൻ കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഈ ഗ്രീക്ക് ഭാഷയിൽ കൂടെ, യവന ഭാഷയിൽ കൂടെ മാക്സിമം ആൾക്കാരെ എത്തിക്കുവാൻ വേണ്ടി ദൈവം ഒരു ഒരുക്കം ചെയ്യുകയായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സംസ്കാരങ്ങളൊക്കെ പലതും മാറി. നേരത്തെ ഓരോ രാജ്യങ്ങളിൽ ഓരോരോ സംസ്കാരങ്ങളായിരുന്നു. എന്നാൽ ഈ രാജ്യത്തുകളെല്ലാം മാറി മാറി വന്നപ്പോൾ സംസ്കാരങ്ങൾ എല്ലാം പലതും മാറിയതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒടുവിലായിട്ട് പേർഷ്യൻ സംസ്കാരമാണ് പിന്നെ കാണുന്നത്. പിന്നീട് റോമക്കാരുടെ സംസ്കാരവും ഭരണവുമാണ് നമ്മൾക്ക് കാണുന്നത്. പഴയ നിയമത്തിൽ ഒരു പള്ളി എന്ന് പറയുമ്പോൾ യെരുശലേം ദേവാലയം മാത്രമേ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിൻ്റെ സമയമായപ്പോഴേക്കും ഇങ്ങനെയുള്ളതായ ചിതറിപ്പാർക്കുന്നതായ ഇസ്രായേൽ മക്കളുടെ ആരാധനാ സൗകര്യത്തിന് വേണ്ടി സിനഗോഗുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ പള്ളികൾ അവിടങ്ങളിലാക്കി ഉണ്ടാക്കിയത് കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം എല്ലാ സ്ഥലങ്ങളിലും പോയി അറിയിക്കുവാനായിട്ടുള്ളതായ ഒരു ഒരുക്കം ദൈവത്താൽ നിയമിക്കപ്പെടുകയായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. യേശുവും പൗലോസും ഒക്കെ സിനഗോഗുകളിൽ പോയി ഭക്തന്മാരായ ആൾക്കാരോട്, പള്ളിയിൽ വരുന്നവരോട് സുവിശേഷം അറിയിക്കും, രാജ്യത്തിൻ്റെ സുവിശേഷം അറിയിച്ചു എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും.
പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ പുതിയ നിയമത്തിൽ കാണുന്ന പോലുള്ളതായ ന്യായാധിപ സംഘത്തെ ഒന്നും നമ്മൾക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുകയില്ല. ഓരോ പള്ളികളിലും ഈ ഭരണം നടത്തുന്നതിൻ്റെ ന്യായാധിപ സംഘമുണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ യേശുവിൻ്റെ സമയത്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ അവനെ പിടിച്ച് കെട്ടിയിട്ട് ഈ ദേവാലയത്തിലുള്ള ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പാകെ നിർത്തി അവരാണ് വിസ്തരിക്കുന്നത്, അവരാണ് ശിക്ഷിക്കുന്നത്. എന്നാൽ ഒടുവിലത്തെ കൊല്ലുവാനുള്ളതായ ശിക്ഷ, മരണശിക്ഷ കൊടുക്കുന്നതിനുള്ളതായ അനുവാദം അവർക്കില്ലായിരുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. എന്നാൽ അതുകൊണ്ടാണ് അവർ പീലാത്തോസിൻ്റെ അടുക്കിലേക്ക് കടന്നു പോകുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ലൂക്കാസ് 2:1 നമ്മൾ വായിക്കുമ്പോൾ അഗസ്റ്റസ് സീസർ റോം ഭരിക്കുന്നതായ കാലത്താണ് ഈ ജനസംഖ്യ എടുക്കുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. റോമൻ സീസറാണ് അത് ഭരിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരുടെയും ജനസംഖ്യ എടുക്കുവാൻ വേണ്ടി യോസഫും മറിയയും ഒക്കെ യെരുശലേമിലേക്ക് പോകുന്നു എന്നുള്ളതായ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയാവുന്നതായ കാര്യമാണ്. ആ സമയത്താണ് ഹെരോദാവായിരുന്നു അവിടുത്തെ രാജാവ്, ഹെരോദാവ് അഗ്രിപ്പ 1 എന്ന് പറയുന്ന അയാൾ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ സമയത്തിന് ശേഷമായിട്ട് അഗ്രിപ്പ 1 യാക്കോബിനെ കൊന്നതായിട്ടൊക്കെ നമുക്കറിയാം. സഭയെ ഉപദ്രവിച്ചു, അവൻ ദൂതൻ്റെ അടിയേറ്റ് മരിച്ചു. അതിനുശേഷമായിട്ട് അഗ്രിപ്പ 2 വന്നതായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും ചരിത്രത്തിൽ. അതോടൊപ്പം തന്നെ ഇടപ്രഭുക്കന്മാരുടെ പല പേരുകളോട് പറയുന്നുണ്ട്. നമ്മളുടെ ലെസൺ വളരെ ചുരുക്കമായതിനാൽ പേരുകളോ ഡീറ്റെയിൽസ് ഒന്നും തന്നെ പറയുന്നില്ല. ഇടപ്രഭുക്കന്മാർ ഉണ്ടായിരുന്നു, പൊന്തിയോസ് പീലാത്തോസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മഹാപുരോഹിതന്മാർ ഉണ്ടായിരുന്നു. ഹന്നാവും കയ്യാഫാവും ഒക്കെ സഭയുടെ അല്ലെങ്കിൽ അവിടുത്തെ ദേവാലയത്തിൻ്റെ അധികാരികളായിരുന്നു, വലിയ അധികാരമുള്ളവരായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ സമയത്താണ് മറ്റ് പല കൂട്ടരും ഒക്കെ ഫോം ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ ആ സമയത്ത് ഈ 400 വർഷങ്ങൾക്ക് ഉള്ളിൽ നടന്നതായ കാര്യങ്ങളാണ്. പരീശന്മാർ എന്ന ഒരു കൂട്ടർ ഈ യഹൂദന്മാരുടെ ഇടയിൽ പള്ളികളിൽ ഉണ്ടായിരുന്നു നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ ജോലിയാണ് ന്യായപ്രമാണം സൂക്ഷിക്കുക എന്നുള്ളത്. എന്നാൽ ക്രമേണ ഈ പരീശന്മാരും കപടഭക്തിക്കാരായിട്ട് തീർന്നു എന്ന് യേശുവിൻ്റെ സംഭാഷണത്തിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കപടഭക്തിക്കാരെ എന്ന് പരീശന്മാരെ കുറിച്ച് ഒക്കെ ദൈവം യേശു വിളിക്കുന്നതായ കാര്യം നമുക്ക് സുവിശേഷത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിന്നീടൊരു കൂട്ടരാണ് ശാസ്ത്രിമാരെന്ന് പറയുന്നത്. ശാസ്ത്രിമാരെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം പകർത്തി എഴുതുന്നവരാണ്, അത് വ്യാഖ്യാനിക്കാനൊക്കെ കഴിവുള്ളവരാണ്. അപ്പോൾ ശാസ്ത്രിമാരോടൊക്കെ ചോദിച്ചാൽ ദൈവത്തിൻ്റെ വചനത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, സംഭവിക്കാനുള്ള കാര്യങ്ങൾ, പ്രവചനങ്ങൾ, ഇതൊക്കെ നല്ല നിശ്ചയം ഉള്ളവരാണ് ഈ ശാസ്ത്രിമാർ എന്ന് പറയുന്നത്. ഈവൻ പൗലോസും ഒരു ശാസ്ത്രിമാരിൽ ഒരാളായിരുന്നു. ദൈവവചനം നല്ലവണ്ണം പഠിച്ച ആളായിരുന്നു എന്ന് പറഞ്ഞാൽ പഴയ നിയമം ഒക്കെ നല്ലവണ്ണം പഠിച്ചതായ ഒരാളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സദൂക്യർ എന്ന് പറയുന്നതായ മറ്റൊരു കൂട്ടരുണ്ടായിരുന്നു. ഈ കാലങ്ങളിൽ ഇവരൊക്കെ ഫോം ചെയ്തതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സെക്യുലറായിട്ട് വളരെ സ്വാധീനമുള്ളവരായ ആൾക്കാരും ലീഡേഴ്സും ആയിരുന്നു. പുനരുത്ഥാനമൊന്നും ഇല്ല എന്നാണ് ഈ സദൂക്യർ വിശ്വസിച്ചിരുന്നത്. ദൂതന്മാരൊന്നും ഇല്ല എന്നുള്ളതായ കാര്യമായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളതായ വ്യത്യാസങ്ങൾ ഉള്ളതായ ലീഡേഴ്സ് ഈ സമയങ്ങളിൽ അവിടെ യഹൂദന്മാരുടെ കൂട്ടത്തിൽ ദേവാലയത്തോട് ചേർന്ന് ഉണ്ടായിരുന്നു. അവരൊക്കെയാണ് ദേവാലയത്തെ നിയന്ത്രിച്ചിരുന്നതും അവരൊക്കെയാണ് ദേവാലയത്തിലെ ഭരണം നടത്തിയിരുന്നതും എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പിന്നീട് രാഷ്ട്രീയമായിട്ട് നമ്മൾ നോക്കുമ്പോൾ പല വ്യത്യാസങ്ങളൊക്കെ ഈ സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഗ്രീക്ക് ഭാഷ മിക്കയിടങ്ങളിലും ആയിത്തീർന്നെന്ന് നമ്മൾ പറഞ്ഞല്ലോ. പിന്നീട് ഒരു പറച്ചിലുണ്ടല്ലോ ഇംഗ്ലീഷ് ഭാഷയിൽ, ഓൾ ദ റോഡ്സ് ടു റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോം കേന്ദ്രമാക്കിക്കൊണ്ട് റോം എല്ലാ രാജ്യങ്ങളെയും ഭരിക്കുന്നതായ ഈ അവസ്ഥയിൽ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വഴിമാർഗം റോമിലേക്കുള്ളതായ വഴി ഉണ്ട്. ഒടുവിലായ റോമിൽ വന്നു ചേരുവാനായിട്ടുള്ള വഴി റോഡ് ഉണ്ട് എന്നുള്ളതായ കാര്യം. അതുപോലെ ഗതാഗത സൗകര്യങ്ങൾ ഒക്കെ ഈ സമയങ്ങളിൽ ഉണ്ടായി. സുവിശേഷവുമായിട്ട് ഇവിടങ്ങളിലേക്ക് പോകുവാൻ കപ്പൽ മാർഗവും കരമാർഗവും ഒക്കെ പോകുവാനായിട്ട് ദൈവം ഈ സമയങ്ങളിൽ രാജാക്കന്മാരിൽ കൂടെയും രാജ്യത്വങ്ങളിൽ കൂടെയും നേതാക്കന്മാരിൽ കൂടെയും ദൈവം
ഇതിനു വേണ്ടി നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടിയും സുവിശേഷത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടിയും വഴികളെ വരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതാണ് തക്ക സമയത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ കർത്താവിൻ്റെ വരവ് എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തെ മുഴുവനായിട്ട് ദൈവം ക്രമീകരിച്ചു എന്നുള്ളതാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്നത്തെ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സുവിശേഷം പ്രചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ വരവ് ഇവിടെ നടന്നു, കർത്താവിൻ്റെ വീണ്ടെടുപ്പ് എല്ലാം നിവർത്തിച്ചു. ഈ സുവിശേഷം ലോകത്തിലുള്ള എല്ലാവരെയും അറിയിക്കുവാൻ വേണ്ടി ഈ മീഡിയയിൽ കൂടെ ഏതെല്ലാം രീതികളിൽ ഈ മീഡിയ പ്രവർത്തിക്കുന്നു, ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ളതായ മനുഷ്യനും തൻ്റെ ഫോണിൽ കൂടെയോ അല്ലെങ്കിൽ അത് റേഡിയോയിൽ കൂടെയോ അല്ലെങ്കിൽ ടി വിയിൽ കൂടെയോ ഒക്കെ ഈ ഇൻസ്റ്റൻ്റായിട്ടുള്ളതായ മെസ്സേജുകൾ ഇമെയിലിൽ കൂടെയും ഒക്കെ ഇന്നത്തെ കാലത്ത് ഈ മെസ്സേജുകൾ കിട്ടും എന്നുള്ളതും കർത്താവിൻ്റെ ഒരു പ്രവർത്തനമാണ്. ലോകത്തെ ഒരുക്കുകയാണ്. ഏതൊരു മനുഷ്യനും ദൈവത്തിൻ്റെ വചനം അവൻ്റെ അടുത്തേക്ക് കൊണ്ടുകൊടുക്കണം, അവൻ്റെ വായിലേക്ക് കൊണ്ടുകൊടുക്കണം, അവൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുകൊടുക്കണം, അവൻ്റെ കൺമുൻപിൽ കൊടുക്കണം. ഞാനിത് അറിഞ്ഞില്ല എന്ന് ആരും പറയുവാനായിട്ട് ഇടയായിത്തീരുന്നത് അതിനുവേണ്ടിയാണ് ദൈവം ഇതെല്ലാം കർത്താവിൻ്റെ വരവിനോടനുബന്ധിച്ച് സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്കായിട്ട് ലോകത്തിലുള്ള സകല ജനങ്ങളെയും സകല ജാതികളെയും ഒരുക്കുവാൻ വേണ്ടി കർത്താവ് ഈ കാര്യങ്ങളൊക്കെ ഒരുക്കുകയായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ പഴയ നിയമം നമ്മൾ പഠിച്ചു. മലാഖിയുടെ പ്രവചനം ഒടുവിലായിട്ട് നമ്മൾ പഠിച്ചു. അതിനുശേഷമായിട്ടുള്ളതായ ഈ 400 നിശബ്ദ വർഷങ്ങളിൽ ദൈവം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒരുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ പിന്നീട് മത്തായിയുടെ സുവിശേഷം ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് കടന്നു വരുമ്പോഴാണ് ദൈവത്തിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് നമ്മൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. മിറക്കുലസ് ആയിട്ടുള്ളതായ അനൗൺസ്മെൻറ്റ്. എന്താണ് അനൗൺസ്മെൻറ്റ്? നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലെ ദൂതന്മാരെ ഇവിടേക്ക് അയക്കുകയാണ്. ഹല്ലേലൂയ. ആട്ടിടയന്മാരെന്ന് പറയുമ്പോൾ സമൂഹത്തിൽ താണവരാണ്. അവരെ അറിയിച്ചു, വിദ്വാൻമാരെ അറിയിച്ചു, മറ്റു ലോകത്തിലുള്ള സകല ജനങ്ങളെയും അറിയിക്കുവാൻ വേണ്ടി ഉള്ളതായ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാനിതാ നിങ്ങളെ അറിയിക്കുന്നു എന്നുള്ള ദൈവശബ്ദം ദൂതന്മാരെ കൊണ്ട് അറിയിക്കുകയാണ്. സർവ്വജനങ്ങളും അറിയണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും ഓരോരോ രീതികളിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുവാൻ, സമ്പർക്കം പുലർത്തുവാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മാർഗം വേണം. അങ്ങനെയുള്ളതായ കാര്യം ഒരുക്കിയിട്ടാണ് തൻ്റെ പുത്രനായ യേശുവിനെ ഇവിടേക്ക് അയച്ചത് എന്ന് നമ്മൾ ഓർക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും തൻ്റെ ഈ ശുശ്രൂഷ ഇവിടെ നിവർത്തിച്ചതിന് ശേഷമായിട്ട്, രക്ഷാമാർഗം ഒരുക്കിയതിന് ശേഷമായിട്ട് ഒടുവിലായിട്ട് പറഞ്ഞതായ ഗ്രേറ്റ് കമ്മീഷൻ എന്താണ്? നിങ്ങൾ യെരുശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്ന് പറഞ്ഞാൽ ഈ പറയുന്നതായ എല്ലാ കിങ്ഡങ്ങളിലും എവിടെയൊക്കെ വഴിയുണ്ടോ അവിടെയൊക്കെ പോകണം, എവിടെയൊക്കെ ഗ്രാമങ്ങളുണ്ടോ അവിടെയൊക്കെ പോകണം, എവിടെയൊക്കെ മീഡിയകളുണ്ടോ അവിടെയൊക്കെ എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ റോഡുകളുണ്ടോ അവിടെയൊക്കെ പോയി കാൽനടയായും വാഹനങ്ങൾ വഴിയായും പോയിട്ട് ഉള്ളതായ യെരുശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പുതിയ നിയമം ഇവിടെ ആരംഭിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. യേശു പറഞ്ഞത്, നിങ്ങൾ ഈ വചനം പഠിപ്പിക്കണം, ഇവരെ എല്ലാവരെയും തമ്മിൽ ആത്മീയ വർധന വരുത്തണം, തമ്മിൽ പഠിപ്പിക്കണം, ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം, എൻ്റെ നാമത്തിൽ നിങ്ങൾ അവരെ സ്നാനപ്പെടുത്തണം, അവരെ എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളണം. ശിഷ്യരാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കണം, ദൈവത്തെ ഫോളോ ചെയ്യണം. യേശുവിൻ്റെ ഒരു നുഖമെന്ന് പറയുമ്പോൾ യേശു പറഞ്ഞു, എൻ്റെ നുഖം ചുമക്കുക, അത് ലഘുവാണ്. പിശാചിൻ്റെ നുഖത്തെ വിട്ടിട്ട്, പിശാചിൻ്റെ നുഖത്തെ ഓടിച്ചു കളഞ്ഞിട്ട് സ്വതന്ത്രരായിട്ട് യേശുവിൻ്റെ
അടുക്കിലേക്ക് കടന്നു വന്ന് ഒരു നുകത്തിൽ യേശുവും ഒരു വശത്തും മറ്റേ വശത്ത് നമ്മളുമായിട്ട് നിന്നാൽ നമ്മളുടെ ഭാരത്തെ ചുമക്കുന്നവനായ യേശു നമ്മൾക്ക് വേണ്ടിയുണ്ട്. ആ നമ്മളുടെ ഭാരങ്ങൾ, നമ്മളുടെ നുകമൊക്കെ ലഘുവാക്കി തീർക്കുന്നതായ യേശു നമ്മോട് കൂടെ ഉണ്ട് എന്നാണ് യേശു നമ്മളോട് പറഞ്ഞത്. അങ്ങനെ ലോകത്തിലുള്ള സകല ജനങ്ങളെയും സ്വതന്ത്രരാക്കുവാൻ വേണ്ടിയാണ് ഈ പുതിയ നിയമത്തിൽ കർത്താവ് ഈ 400 വർഷങ്ങൾ കൊണ്ട് ഈ ലോകത്തെ ഒരുക്കിയത്, സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. മാനുഷികമായ ദൃഷ്ടിയിൽ 400 വർഷങ്ങൾ നിശബ്ദമായിരുന്നു എന്ന് നമ്മൾക്ക് തോന്നുമെങ്കിൽ തന്നെയും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ദൈവം ആ നിശബ്ദതയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ദൈവമാണെന്ന് ഇത്രയും നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുമല്ലോ. അതുകൊണ്ട് നമ്മളുടെയും ജീവിതത്തിൽ നിശബ്ദനായിട്ട് ദൈവം നിൽക്കുന്നു, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്ന് തോന്നിയാൽ തന്നെയും ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ദൈവം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൽ ധൈര്യപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ വചനങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് ട്രസ്റ്റ് ഇൻ ദ ലോഡ് എന്നുള്ളതായ അത് നമ്മളുടെ ഹൃദയത്തിൽ മുദ്രാവാക്യമായിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുക. നമ്മളുടെ ഇരുട്ട് നിറഞ്ഞതായ സമയങ്ങളിലും ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. വഴികളെ നമ്മൾക്ക് വേണ്ടി തുറക്കും. എല്ലാം തക്ക സമയത്ത് അവൻ ചെയ്തു തരുന്നവനാണ്. യേശുവിനെ കാലസമ്പൂർണതയിൽ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായിട്ട് നിയോഗിച്ചു. ന്യായപ്രമാണത്തിൽ അവൻ മരിച്ചു, നമ്മൾക്കൊരു പുതിയ പ്രമാണം തന്നു. ഇവിടെ പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥകളിൽ അതിൽ ജീവിച്ചുകൊണ്ട് അത് ആ നുകത്തിൽ ജീവിക്കുവാനല്ല, പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവിൻ്റെ നുകം ഏറ്റെടുത്തുകൊണ്ട് ന്യായപ്രമാണത്തെ നിവർത്തിച്ചുകൊണ്ട് നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചുകൊണ്ട് അവൻ തന്നതായ അല്ലെങ്കിൽ അവൻ നിവർത്തിച്ചതായ ആ സമ്പൂർണ്ണ യാഗത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മളുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് പോകാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇവിടെ നമ്മളുടെ ഇൻ്റർ ടെസ്റ്റ്മെൻ്റൽ പീരിയഡ് എന്ന് പറയുന്നതായ ആ നിശബ്ദ യുഗത്തെക്കുറിച്ചുള്ളതായ ലെസൺ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത് 55-ാമത്തെ ലെസനാണ്. അടുത്ത ആഴ്ച നമ്മൾ 56-ാമത്തെ ലെസൺ പുതിയ നിയമം ആരംഭിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം മുതൽ കർത്താവ് അനുവദിക്കുന്നത് പോലെ നമ്മൾക്ക് വേഗം ഈ ബൈബിളിൻ്റെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുവാനായിട്ട് കർത്താവ് ഇടയായി തീരട്ടെ. കഴിയുമെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഇത് ഷെയർ ചെയ്യുക. എന്തെങ്കിലും കമൻസ്, നിങ്ങളുടെ ചോദ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ അടിയിൽ കമൻസായിട്ട് ഇടുക. എൻ്റെ ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് വീണ്ടും പറയുവാനായിട്ട് ഉത്സാഹിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.